കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. സ്റ്റെഫിൻ ജോലി ചെയ്തിരുന്ന NBTC കമ്പനിയുടെ MD KG എബ്രഹാം പൊതുദർശന ചടങ്ങിന് എത്തി. ഷിനോജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ, എത്ര വേദനയോടെ ആയിരിക്കും ആ കുടുംബവും നാടും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റെഫിൻ എബ്രഹാം സാബുവിൻ്റെ പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പുതുപ്പള്ളിയിലുള്ള മന്ദിരം ആശുപത്രിയുടെ മോർച്ചറിയിലായിരുന്നു സ്റ്റെഫിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. രാവിലെ 7 മണിയോടുകൂടി സ്റ്റെഫിൻ്റെ വാടക വീടായ പാമ്പാടിയിലെ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുവന്നു. അവിടെ ഒരു അരമണിക്കൂറോളം പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റെഫിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായ സ്വന്തമായൊരു വീട്, ആ വീടിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലിരിക്കുകയാണ് സ്റ്റെഫിൻ യാത്രയാകുന്നത്. ആ വീട്ടിലും ഒരു ദിവസമെങ്കിലും താമസിക്കണമെന്നത് സ്റ്റെഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ അരമണിക്കൂർ പൊതുദർശനമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പാമ്പാടി MGM സ്കൂളിന് പുറകാട്ടുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. നേരത്തെ NBTC കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള KG എബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി അനുശോചനം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ വന്നാലും ഈ മരണത്തിൽപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും കുടുംബത്തോടൊപ്പം ഈ കമ്പനി നിൽക്കും എന്ന് അദ്ദേഹം ഇവിടെ വെച്ച് പറയുകയുണ്ടായി. നമുക്കറിയാം, സ്റ്റെഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെന്ന് പറയുന്നത് ഒരു വീട് തന്നെയായിരുന്നു. ആ വീട്ടിലേക്കുള്ള യാത്രയിൽ കഴിഞ്ഞ 5 വർഷം കുവൈത്തിൽ പണിയെടുത്തുണ്ടാക്കിയ പണം ഉപയോഗിച്ച് സ്വന്തമായി ഭൂമി വാങ്ങി ആ ഭൂമിയിൽ പണിത വീട്ടിൽ ഒരു ദിവസമെങ്കിലും താമസിക്കണമെന്ന ആഗ്രഹവുമായി ജീവിച്ച കേവലം 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് പെട്ടെന്നുണ്ടായ ഈ മരണത്തിൽ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അത്തരത്തിൽ വളരെ വികാരനിർഭരമായ യാത്രയപ്പ് തന്നെയാണ് നാട്ടും വീടുമൊക്കെ സ്റ്റെഫിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പാമ്പാടിയിലുള്ള കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 വരെ ഈ പൊതുദർശനം തുടരും. അതിനുശേഷമായിരിക്കും IPC ബദേൽ സഭയുടെ സെമിത്തേരിയിലുള്ള സംസ്കാരം നടക്കുക. അതിലും വളരെയധികം വികാരപരമായ യാത്രയപ്പ് തന്നെയാണ് സ്റ്റെഫിന് നാടും വീടും ഒക്കെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷിനോജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത്. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശി സ്റ്റെഫിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയോടെ ആരംഭിക്കും. ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് മൃതശരീരം. അതിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഏറെ ആളുകളാണ് അവിടേക്ക് എത്തുന്നത്. സ്റ്റെഫിൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ MD അടക്കം അവിടേക്ക് എത്തുകയും കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു.